ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ അടി തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ രതീഷാണ് മെയിനായിട്ട്. അറിയാലോ, എന്നും രാവിലെ പുള്ളിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് അടി ഉണ്ടാക്കൽ ഇപ്പോൾ സ്ഥിരമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നില്ല. പിന്നെ വന്നിട്ട് പുള്ളിയുടെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് മൈക്രോവേവിൽ ചൂടുവെള്ളം ചൂടാക്കി. ആ സമയത്ത് നമ്മുടെ കിച്ചണിലെ പവർ ടീമിലെ ക്യാപ്റ്റനായിട്ടുള്ള യമുന റാണി പറഞ്ഞു, എപ്പോഴും ചൂടുവെള്ളം കുടിക്കുന്ന ആൾക്കാർ ആ കുപ്പിയിൽ ചൂടുവെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോവേവ് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നില്ല, കറണ്ട് ലാഭിക്കാം. അപ്പോൾ എല്ലാവരും ആ ഒരു ബോട്ടിൽ, അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കാനായിട്ട് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ രതീഷിന് ആകെ ദേഷ്യമായി. രതീഷ് പറഞ്ഞു, ഇത് ഫ്ലാസ്ക് അല്ല, ഇത് കുപ്പിയാണ്, ഇതിലെങ്ങനെയാണ് ചൂട് നിൽക്കുന്നത്? ഇപ്പം നിങ്ങൾ എൻ്റെ വെള്ളം കൂടി ബ്ലോക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് രതീഷ് ആ ഒരു ഇഷ്യൂവിനെ വളച്ചൊടിച്ചിട്ട് നമ്മുടെ രതീഷ് പറയുവാണ്, പവർ ടീം എൻ്റെ വെള്ളം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. രതീഷ് ഇവിടെ നടത്തുന്നത് ഒരു ഒറ്റപ്പെട സ്ട്രാറ്റജിയാണ്. ഇതെല്ലാം കണ്ട് ബാക്കി സിജോയും ജാസ്മിനും എല്ലാവരും വന്നിട്ട് രതീഷിനെതിരെ പറയുന്നുണ്ട്. രതീഷ് പറയുന്നത്, സിജോനോട് പറയുന്നത്, നീ എനിക്കൊരു ഇരയല്ല എന്ന്. ജാസ്മിൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ ഒറ്റപ്പെട സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്? ഇത് ഭയങ്കര ചീപ്പാണ്, എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത്? നിങ്ങളോട് ആ വെള്ളം കുപ്പിയിൽ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, അത് നിങ്ങൾ ഇങ്ങനെ കുത്തി പ്രവോക്ക് ചെയ്ത് ഇപ്പോൾ വെള്ളം തരില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ജാസ്മിനെതിരായിട്ട് പറഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ടു ജാസ്മിൻ രതീഷിനെ കൂടെ നിന്ന് സപ്പോർട്ടായിട്ടാണ് പറഞ്ഞത്. ഇന്നിപ്പോ ജാസ്മിൻ പുള്ളിക്കാരൻ ചെയ്തൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ ജാസ്മിനെതിരെയായിട്ട്. അപ്പൊ ജാസ്മിൻ പറയാണ്, നിങ്ങളോട് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ നിങ്ങൾ നമ്മുടെ ടീമിലില്ല. അത് ആ ഒരു ചൂണ്ടിക്കാണിക്കുന്ന ഒരു തെറ്റ് അംഗീകരിക്കാൻ പോലും സാധിക്കാത്ത ഒരാളാണ് നിങ്ങളെന്ന്. അപ്പോൾ നമ്മുടെ രതീഷ് പറയുവാണ്, നീ ആരെന്നെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ? നീ ഈ വീട്ടിലെ ബിഗ് ബോസിലെ മഹാറാണിയാണെന്നാണ് രതീഷ് നമ്മുടെ ജാസ്മിനോട് ചോദിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ അപ്പോൾ ഒരു ടൈറ്റിൽ അവിടെ കിട്ടിയിരിക്കുകയാണ്. ബിഗ് ബോസിലെ ക്യൂവിനായിട്ട് നമ്മുടെ ജാസ്മിൻ മാറിയിരിക്കുകയാണ്. പിന്നെ ഉണ്ടായിരുന്ന ആ ഒരു സെയിം ടോക്കിൽ വന്ന വിഷയം നമ്മുടെ റോക്കി പറയുവാണ്, പുള്ളീനെ ബിഗ് ബോസ് അയച്ചതാണ്. പുള്ളി ഇവിടുത്തെ ഒരു സ്രാവും ഞങ്ങളെല്ലാം ട്യൂണകളുമാണ്. അപ്പോൾ സ്രാവിനെ ഈ ഒരു 10-18 ആളുകളുടെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞ് ഈ സ്രാവ് ഇങ്ങനെ ചൊറിഞ്ഞ് മറ്റുള്ളവരെയും കണ്ടന്റ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ട്യൂണകളെല്ലാം ഓടിപ്പോവും. അപ്പൊ പുള്ളിക്കൊരു ഡ്യൂട്ടി ടൈം ഉണ്ട്, 8 to 10. നല്ലൊരു പേയ്മെന്റും ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പുള്ളി ഇറക്കിയ ഒരു പുള്ളിനെ ബിഗ് ബോസ് ഇറക്കിയ ഒരു ജോക്കർ ആണെന്നാണ് നമ്മുടെ റോക്കി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയില്ല എന്താ സത്യം. ഇന്ന് രതീഷ് ഷോയിൽ നിന്ന് കിറ്റാവുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രമോയില്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.